നമസ്കാരം. തിയേറ്റർ ലിസ്റ്റിന് ശേഷം ഇപ്പോൾ ആഹാ തമിഴിൽ സ്ട്രീം ചെയ്യുന്ന ഒരു തമിഴ് ചിത്രം. ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വൺസോം മീഡിയയിൽ സംസാരിക്കുന്നത്. ജഗൻ MS തിരക്കഥ എഴുതി അരവിന്ദ് രാജഗോപാൽ സംവിധാനം ചെയ്ത അസ്ത്രം. പോലീസ് ഓഫീസർ അഖിലനാണ് നായക കഥാപാത്രം. ഒരു ആക്സിഡന്റിന് ശേഷം മെഡിക്കൽ ലീവിൽ കൂടെയാണ്, ഭാര്യയുണ്ട് കൂടെ. ആ ഒരു സമയത്താണ് ഒരാൾ പബ്ലിക് പ്ലേസിൽ വന്ന് സ്വയം കുത്തി ആത്മഹത്യ ചെയ്തൊരു സംഭവം ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് മുന്നേയും ഇതേ രീതിയിൽ രണ്ടുപേര് അവരുടെ വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നത്. തുടർ അന്വേഷണങ്ങളൊക്കെയാണ് അസ്ത്രം എന്ന ചിത്രം നമ്മോട് പറയുന്നത്. ഒരു ക്രൈം ത്രില്ലർ എന്ന് പറയുമ്പോൾ അതിനാവശ്യമായ ഒരു പശ്ചാത്തലം ഒരുക്കാൻ ചിത്രത്തിന് സാധിക്കുന്നുണ്ട്. തുടക്കത്തിൽ ആ ഒരു മിസ്റ്ററിയൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ആകാംക്ഷ കഥയുടെ ചുരുളഴിയുമ്പോൾ സമ്മാനിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, വളരെ വീക്കായി മാറുന്ന അവസ്ഥ കൂടിയാണ്. ശ്യാമാണ് ഇൻസ്പെക്ടർ അഖിലൻ എന്ന കഥാപാത്രമായിട്ട് എത്തുന്നത്. അത്യാവശ്യം നന്നായി തന്നെ ആ റോൾ ചെയ്തിട്ടുമുണ്ട്. ചിത്രത്തിൽ കൊള്ളാമെന്ന് തോന്നിയ പ്രകടനവും ഇദ്ദേഹത്തിന്റെ തന്നെയായിരുന്നു. സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളിൽ ഏറെ ആൾക്കാരുടെ പ്രകടനങ്ങളും കൺവിൻസിംഗ് ആയി അനുഭവപ്പെട്ടിട്ടേയില്ല. സിനിമ നോക്കി കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ലാതെ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അവസ്ഥ കൂടെയൊക്കെയായിരുന്നു. ഡയലോഗ് ഡെലിവറിയും ശോകം എന്ന് തന്നെ പറയാം. അതിൽ തന്നെ വില്ലന്റെ കാര്യം എന്നൊക്കെ എത്തുമ്പോൾ ദയനീയമാണ്, ഒരു ഇമ്പാക്റ്റും ഇല്ലാതെ കടന്നു പോകുന്നു. ടെക്നിക്കലി നോക്കിയാലും മൊത്തത്തിൽ ഓക്കെ എന്നൊരു ഫീൽ മാത്രമാണ് സമ്മാനിച്ചത്. ത്രില്ലർ എലമെന്റ്സിന്റെ കൂടെ ഈ പ്രധാന കഥാപാത്രങ്ങളുടെ ഫാമിലി ഇമോഷൻസ് ഒക്കെ ചേർത്ത് വയ്ക്കുന്നുണ്ടെങ്കിലും കാര്യമായി ബ്ലെൻഡ് ചെയ്യാനാവുന്നില്ല എന്നതും ഒരു പ്രശ്നമായിട്ട് തന്നെ തോന്നി. ആത്മഹത്യകൾ, അതിന് പിറകിലെ അന്വേഷണം എന്നതിൽ തുടക്കത്തിലൊരു രസമുണ്ട്. നമുക്ക് കൃത്യമായ ഐഡിയ ഒന്നുമില്ല എന്താണ് ശരിക്കും സംഭവം എന്നറിയാനുള്ള ആകാംക്ഷ തുടക്കത്തിൽ സമ്മാനിക്കാൻ ചിത്രത്തിന് സാധിക്കുന്നുണ്ട്. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ഇടയ്ക്ക് നിന്നു പോകുന്ന അവസ്ഥ എന്നതിൽ നിന്നൊക്കെ ശരിക്കും എന്തായിരിക്കും സംഭവം എന്നതിലേക്ക് ലീഡ് ചെയ്യുന്നത് മുതൽ സിനിമയുടെ ഗ്രാഫ് താഴോട്ടാണ്. അപ്പോഴൊക്കെയും പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതും ആസ്വാദനത്തെ ബാധിക്കുന്നുണ്ട്. അത്രത്തോളം സമയം കൊണ്ട് ബിൽഡ് ചെയ്തെടുത്ത സാഹചര്യത്തെയും പിന്നീട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. പിന്നെ രണ്ടാം ഭാഗത്തിനായി കൊണ്ടുവന്ന പരിപാടികൾ കൂടെ ആകുമ്പോൾ ആത്മഹത്യ അന്വേഷിച്ച് ആത്മഹത്യ ചെയ്യപ്പെട്ട ചിത്രം എന്ന നിലയിൽ കൂടെ ആയിപ്പോയി. ലോജിക്കിനെ കാര്യമായി പരിഗണിക്കേണ്ടതില്ല എന്നതിനെ സ്ഥാപിക്കാൻ സംവിധായകൻ ചില പരിപാടികളൊക്കെ തുടക്കത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ സംവിധായകന്റെ സ്വാതന്ത്ര്യം. പക്ഷേ അന്വേഷിക്കാൻ പോകുന്ന പോലീസുകാരന്റെ മുന്നിൽ ഓരോ ക്ലൂ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ മൊത്തത്തിൽ ത്രില്ലറിൽ ത്രിൽ നഷ്ടപ്പെടുന്ന അവസ്ഥ കൂടിയാണ്. പിന്നെ ഒരു ഗിഫ്റ്റിന്റെ കാര്യമൊക്കെ സഹ പോലീസുകാരൻ മറന്നു പോകുന്നത് സിനിമയിൽ തന്നെ ഏറ്റവും ലൂസ് പോയിന്റ് ആയിട്ടാണ് തോന്നിയത്. മൊത്തത്തിൽ തുടക്കത്തിൽ കൊള്ളാം, പക്ഷേ പിന്നീട് ആ താല്പര്യം നിലനിർത്താൻ സാധിക്കാതെ പോയൊരു സൂയിസൈഡ് ത്രില്ലർ. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.